എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 9 വർഷമായിട്ട് കേരളത്തിൽ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ആക്റ്റീവായ ഒരു പ്രതിപക്ഷം ഇല്ല. അതാ സത്യം. ഈ 9 വർഷത്തിൽ ആദ്യത്തെ കുറേ കാലങ്ങളിൽ രമേശ് ചെന്നിത്തല ചില ശക്തമായ വിഷയങ്ങളൊക്കെ ഇങ്ങനെ പൊതുജനത്തിന് വേണ്ടി ഉന്നയിക്കാറുണ്ടായിരുന്നു. പിന്നീട് അങ്ങേരുടെ സ്ഥാനമാനങ്ങളൊക്കെ പോയി കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ആ പരിപാടി അങ്ങ് നിർത്തി. പിന്നീട് കാര്യമായ വിഷയങ്ങളൊന്നും ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുമോ എന്ന് ചോദിച്ചാൽ അങ്ങ് ഉന്നയിച്ചു എന്ന് വരുത്തുന്ന രീതിയിൽ എന്നതിലൊക്കെ പറഞ്ഞു വെക്കും. എന്നല്ലാതെ ഒരു വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനോ ശക്തമായ ഒരു പ്രതിപക്ഷമായിട്ട് നിൽക്കാനോ ഒന്നും ഇവരൊരിക്കലും ശ്രമിച്ചിട്ടില്ല. കാരണം എന്താ വെച്ചാൽ UDF-നകത്ത് തല്ലുകൊള്ളാൻ ആൾക്കാരില്ലെന്നുള്ളതാണ് സത്യസന്ധമായ കാര്യം. ചെറുപ്പക്കാരുമില്ല. അതേസമയത്ത് ഈ കോൺഗ്രസ് ഭരിക്കുകയാണെങ്കിൽ മറുഭാഗം ഭരണം പോയിട്ട് പിറ്റേ ദിവസം തൊട്ട് അവരിവരെ എങ്ങനെ ഇറക്കി വിടാം എന്നുള്ള രീതിയിൽ കാണുന്നതിനും പിടിക്കുന്നതിനും എല്ലാം വലിയ സമരമായിട്ട് മാറുകയും ചെയ്യും. പക്ഷേ കഴിഞ്ഞ ഈ 9 കൊല്ലം അങ്ങനെ ഒരു സാഹചര്യം ഒന്നും ഉണ്ടായില്ല. അപൂർവം ചില സാഹചര്യങ്ങൾ മാറ്റി നിർത്തിയാൽ. ആദ്യമേ രമേശ് ചെന്നിത്തല കുറേയൊക്കെ ചെയ്തു, കുറേയൊക്കെ വാക്കുകൊണ്ട് ചെയ്യാവുന്നത് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കാലം ചെറിയ തോതിലൊക്കെ മാത്യു കുഴൽനാടനൊന്ന് നോക്കി. പിന്നെ കേസുകളും കണ്ടമാനം ഒക്കെ ആയിക്കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരനും അങ്ങ് പുറകോട്ട് പോയി. പക്ഷേ ഒരു കാര്യം നമുക്ക് തീർത്ത് പറയാവുന്ന ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ 9 വർഷമായിട്ട് ഒരു പ്രതിപക്ഷം ചെയ്യേണ്ട കാര്യങ്ങൾ മുഴുവൻ ഒറ്റയ്ക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യനുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഉണ്ടായിരുന്ന ഒരേ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു യുവാവായിരുന്നു. ആ യുവാവിൻ്റെ പേര്, യുവ നേതാവിൻ്റെ പേര് രാഹുൽ മാങ്കൂട്ടം എന്നായിരുന്നു. കഴിഞ്ഞ 9 വർഷമായിട്ടും ചോദിക്കേണ്ടതുപോലെ ചോദിക്കാനും ചാനൽ ചർച്ചകൾക്കകത്ത് കയറിയിരുന്ന് കൃത്യമായ മറുപടികൾ പറയാനും ഒക്കെ പഠിച്ചും തയ്യാറായും ഒരുങ്ങിയും ഒക്കെ നിന്ന വിദ്യാഭ്യാസവും വിവരവും സൗന്ദര്യവും ബോധവും ഒക്കെ ഉള്ളൊരു നേതാവ്. കേരളത്തിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ അങ്ങനെ ഒരുത്തനെ കേരളത്തിൽ ആവശ്യമില്ലെന്നുള്ളതാണ് കേരളം ഇപ്പം നമ്മൾ പൊതുവെ മുന്നോട്ട് കാണിക്കുന്ന ഒരു രീതി. ഈ യൂത്ത് കോൺഗ്രസ് മാത്രമാണ് കഴിഞ്ഞ കുറേ കാലമായിട്ട് എന്തെങ്കിലും ഒരു സമരമെങ്കിലും നയിക്കുന്നത്. എന്തെങ്കിലും അതിൻ്റെ നേതൃത്വ സ്ഥാനത്തിരിക്കുകയും അതിനുവേണ്ടി സംസാരിക്കുകയും വിഷയങ്ങൾ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരേ ഒരു നേതാവാണ് ഈ രാഹുൽ മാങ്കൂട്ടം. ഇത് ഇവിടുത്തെ അന്തങ്ങളായ രാഷ്ട്രീയക്കാർ ഒഴിച്ച് എല്ലാവരും സമ്മതിക്കും. അന്തങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തം കമ്മിയുണ്ട്, അന്തം കൊങ്ങിയുണ്ട്, അന്തം സംഘിയുണ്ട്. അതിൽ ഈ അന്തം കൊങ്ങികളിപ്പം വളരെ കുറവാണ്. ഒരു 25 വർഷം മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ കൈപ്പത്തി കാണിച്ചാലും രണ്ടല കാണിച്ചാലും ആൾക്കാർ വോട്ട് ചെയ്യുമായിരുന്നു. സ്ഥാനാർത്ഥി എന്നുള്ളൊരു വിഷയമില്ലായിരുന്നു. പക്ഷേ ഇന്ന് ആ കാലഘട്ടം പോയി. കാലഘട്ടം പോയെന്ന് പറഞ്ഞാൽ 2 കാര്യമുണ്ട്. ഒന്ന്, അങ്ങനെ ഉണ്ടായിരുന്ന വെറും അന്ധനായിരുന്ന കൊങ്ങികളെല്ലാം ഒത്തിരിയെല്ലാം പ്രായമായിപ്പോയി, ഒത്തിരി പേര് മരിച്ചുപോയി. ബാക്കി ഉണ്ടായിരുന്ന നല്ലൊരു ശതമാനത്തിൻ്റെ ഈ പുതിയ തലമുറ പിള്ളേരൊക്കെ നല്ലൊരു ശതമാനം പിള്ളേരും വെളിയിലോട്ട് പോയി. അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിന് അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിൽ ഈ അന്തം കൊങ്ങികളെന്ന് പറയുന്ന ഒരു വിഭാഗമില്ല. എന്നാൽ സംഖ്യകളുടെ കൂട്ടത്തിൽ സംഖ്യകളുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട മണ്ഡലത്തിൽ കൊണ്ട് AK ആൻ്റണിയുടെ മകനെ കൊണ്ട് നിർത്തിയപ്പം കുറച്ചെങ്കിലും വോട്ട് പിടിച്ചത്. അല്ലെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ ഇന്നും ഹൃദയത്തിൽ വിശ്വസിക്കുന്നത് ഈ പത്തനംതിട്ട മണ്ഡലത്തിൽ കൊള്ളാവുന്ന ഒരുത്തനെ കൊണ്ട് നിർത്തിയായിരുന്നെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം BJPക്ക് പിടിക്കാവുന്ന ഒരു സീറ്റായിരുന്നത്. ഒരു തരത്തിലും കൊള്ളുകയില്ലാത്ത ഒരുത്തനെ കൊണ്ട് നിർത്തിയതുകൊണ്ടാണ് മനുഷ്യർക്ക് ഒരു പ്രയോജനമില്ലാത്തവൻ ഇവിടുന്ന് ജയിച്ചു പോയത്. ഈ മണ്ഡലത്തിൽ, ഈ പത്തനംതിട്ട മണ്ഡലത്തിൽ നിന്ന് ഒരു മനുഷ്യനും ഒരു ഗുണവും ഇല്ലാത്ത ഒരാൾ ജയിച്ചു പോയത് വെറും ഒന്നിനും കൊള്ളുകയില്ലാത്ത ഒരെണ്ണത്തിനെ കൊണ്ട് നിർത്തിയതുകൊണ്ടാണ്. അപ്പോൾ ആ കൂട്ടത്തിലും ഉണ്ട് അന്തം എന്ന് പറയാം. പിന്നെ അന്തം കമ്മികൾ ഇഷ്ടം പോലെ ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ. ഇഷ്ടം പോലെയുണ്ട്. ഈ കമൻറ്റുകളെല്ലാം വരുന്നതിനകത്ത് ഈ നെഗറ്റീവ് എല്ലാം കൂടി അടിച്ചടിച്ച് വെക്കുന്നതിനകത്ത് കയറി നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രൊഫൈൽ പിക്ചർ ബലൂണും പുഴയും പിന്നെ കല്ലും മലയും മഞ്ഞും ഒക്കെ ഉണ്ട്. 2-3 സബ്സ്ക്രൈബറേ ഉള്ളൂ 4-5 വർഷമായിട്ട് ചാനൽ തുടങ്ങിയിട്ട്. എന്നാന്ന് ചോദിച്ചാൽ ഇത് ഈ കമൻറ്റ് ഇടാൻ വേണ്ടി മാത്രം എഴുതി ഉണ്ടാക്കുന്ന ഒരു സംവിധാനം. ഇതിൻ്റെ എല്ലാം പുറകിൽ ഈ അന്തം കമ്മികളാണ്. ഈ അന്തം ഉള്ള പാർട്ടിക്കാരല്ലാത്ത എല്ലാവർക്കും എല്ലാ കാലത്തും അവർ ഹൃദയം കൊണ്ട് അംഗീകരിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. കഴിഞ്ഞ ഈ 9 വർഷമായിട്ട് ഈ രാഹുൽ മാങ്കൂട്ടം ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഈ കേരളം വിറ്റേനെ. അത് ഉറപ്പാണ്. കാരണം ഇങ്ങേര് പല കാര്യങ്ങളും ശക്തമായിട്ട് ചോദിക്കുകയും എതിർക്കുകയും ചെയ്തു, കൃത്യമായിട്ട് പഠിക്കുകയും ചെയ്തു. ഓരോരുത്തർ കയറിയിരുന്ന് ഓരോ വെള്ളത്തരം ചാനൽ ചർച്ചയ്ക്കകത്ത് പറഞ്ഞിരുന്ന് ചാനൽ അവതാരകർ തേച്ച് വിടുന്ന സാഹചര്യത്തിൽ കൃത്യമായ മറുപടിയും നിലപാടുകളും നടപടികളുമായിട്ട് നിന്നപ്പോഴേ അന്തംസല്ലാത്തവരെല്ലാം ഇവിടെ ചിന്തിച്ച ഒരു കാര്യമുണ്ട്. ഈ രാഹുലിനിട്ട് ഒത്തിരി താമസിയാതെ പണി കിട്ടും. ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും പണി കിട്ടും. കാരണം ഇതിനകത്തുനിന്നും പണി വരും, പുറത്തുനിന്നും പണി വരും. ഭരണവർഗത്തിന് ഈ രാഹുലിനെ ഒതുക്കിയാൽ മതിയാവുള്ളായിരുന്നു.
പ്രതിപക്ഷത്തിനകത്തും രാഹുലിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ ഡൈ അടിച്ച മുതുക്കന്മാരല്ലേ ഇതിനകത്ത് നടക്കുന്നത് കൂടുതലും. ഇതിനകത്ത് ശേഷിയുള്ള ചെറുപ്പക്കാർ കയറി വന്നാൽ പറ്റുകയല്ല. കാര്യം പറയാൻ അറിയാവുന്നവർ വന്നു കഴിഞ്ഞാൽ ഇവർക്കിത് വീതം വെക്കാൻ പറ്റുമോ? അന്നേരം ഒരുമാതിരിപ്പെട്ട മനുഷ്യനെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമായി ഈ രാഹുലിന് താമസിയാതെ പണി കിട്ടും. ആ പണിയാണ് ഇപ്പം വന്നിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നത് വ്യക്തിപരമായി അങ്ങനെ അത് ചെയ്തോ ചെയ്തില്ലയോ ഇതൊന്നും നമുക്കറിയത്തില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ദിവസങ്ങളിൽ അപ്പം ആദ്യത്തെ ആ മൂപ്പൊക്കെ അങ്ങ് തീർന്നു. ആദ്യത്തെ ആ പീഡനക്കേസിൻ്റെ മൂപ്പൊക്കെ അങ്ങ് തീർന്നു. ചാനലുകളിൽ ഇതിൻ്റെ വാർത്തകൾ ഇങ്ങ് വരുമ്പോൾ ഞാൻ പല ചാനലും കണ്ടു. ഒരു ചാനലിൽ അവതാരകൻ എതിർവശത്തിരിക്കുന്ന വൃദ്ധനായ ആളിനോട് ചോദിച്ചു, അത് ഇതിനെക്കുറിച്ച് അങ്ങ് പറയാൻ തുടങ്ങിയപ്പം അങ്ങേര് അവിടുന്ന് പറഞ്ഞു, ഈ ചർച്ചയിലിരിക്കുന്ന രണ്ടാമത്തെ പ്രായമുള്ള ആൾ പറഞ്ഞു, ഈ ഇങ്ങേർക്ക് അതൊരു ഇടതുപക്ഷ സഹയാത്രികയാണ് എന്ന് പറഞ്ഞപ്പം ഈ അവതാരകൻ എന്നാ പറയുന്നറിയോ, എടുത്തടിച്ച് കയറി അതിപ്പോൾ പറയണ്ടെന്ന്, ആ വിഷയം പിന്നീട് പറഞ്ഞാൽ മതിയെന്ന്. എന്ന് പറഞ്ഞാൽ ഇതിനകത്തെല്ലാം ഒരു ആസൂത്രണം നമുക്ക് കാണാം. പല ചാനലിലും ചർച്ചയ്ക്കകത്തൊക്കെ കയറിയിരിക്കുക കഴിയുമ്പം ഇവന്മാരുടെ ഇതിൻ്റെ വീഡിയോ ഉണ്ടെന്നുള്ള രീതിയിലാണ് ഇവന്മാർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അതായത് ഈ പീഡനം നടക്കുന്ന സമയത്ത് അത് ക്യാമറ വെച്ച് വീഡിയോ എടുത്തെന്ന രീതിയിലാണ് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഇതുപോലെ തന്നെയായിരുന്നു ഉമ്മൻചാണ്ടിക്കെതിരെ ഇതുപോലത്തെ ഒരു തെണ്ടിത്തരം ഒപ്പിച്ചുകൊണ്ട് വന്നത്. അത് എത്ര അവസ്ഥയിലോട്ട് പോയി ലാസ്റ്റ്. ആ മനുഷ്യൻ്റെ കുടുംബത്തിലും ആ മനുഷ്യൻ്റെ മക്കൾക്കും ഒക്കെ എന്തേറെ അപമാനം, ആ ഭാര്യയൊക്കെ എന്തേറെ വേദന അനുഭവിച്ചിട്ടുണ്ട്. വെറും തെണ്ടിത്തരമല്ലേ കാണിച്ചത്. അവസാനം കേരള ജനത അത് ശകലം പോലും സ്വീകരിച്ചില്ലെന്നുള്ള എന്നാ മനസ്സിലായത്. ആ മനുഷ്യൻ്റെ മരണസമയത്ത് ശവം കൊണ്ട് വന്നപ്പം, ബോഡിയും കൊണ്ട് വന്നപ്പം തിരുവനന്തപുരം മുതൽ ഈ പുതുപ്പള്ളി വരെ കൊണ്ടുവരാൻ ദിവസം എത്ര എടുത്തു? അത്രയും ദിവസം എടുക്കുമെന്നുള്ള ചതി നേരത്തെ ഭരണത്തിന് പിടികിട്ടിയായിരുന്നെങ്കിൽ അവരവിടുന്ന് ഒരു ഹെലികോപ്റ്ററെ കൊണ്ടുവന്ന് ഇത് പുതുപ്പള്ളി പള്ളിയുടെ ഗ്രൗണ്ടിൽ ഇറക്കിയനെ. അപ്പോൾ അതുപോലത്തെ കൊള്ളരുതായ്മകൾ ഈ കേരളത്തിലെ, ശരിക്കും കേരളത്തിൽ ഒരു ഭരണം മാറണോ നിൽക്കണോ പോകണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് രാഷ്ട്രീയക്കാരൊന്നുമല്ല. രാഷ്ട്രീയക്കാർക്ക് അവരുടെ വോട്ടുകൾ അവരുടെ ഭാഗത്ത് കിട്ടും. പക്ഷെ നിഷ്പക്ഷക്കാരായി നിൽക്കുന്ന കുറേ ജനം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോഴാണ് ഭരണം മാറുകയും നിലനിൽക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നിഷ്പക്ഷക്കാരായിട്ട് നിൽക്കുന്ന ആളുകളോട് പറയാം, പറയട്ടെ, ഒരു കാരണവശാലും ഇങ്ങനെയുള്ള വാർത്തകൾ വെളി വരുമ്പം ഇതിന് ചെവി കൊടുക്കരുത്. ചാനലുകാരെ സംബന്ധിച്ച് ഇപ്പോൾ അവർക്ക് റീച്ച് കിട്ടുക എന്നുള്ളതല്ലാതെ വേറൊരു കാര്യവുമില്ല. നമുക്കറിയാമല്ലോ, അവിടെ കർണാടകത്തിലെ ഷിരൂരിൽ ഒരു യുവാവ് മണ്ണിനടിയിൽ പോയി. മര്യാദയ്ക്ക് ആ കർണാടക ഗവൺമെൻറ് ആദ്യമേ പറഞ്ഞത് അത് മരിച്ചിട്ടുണ്ട്, ബാക്കി നോക്കാമെന്ന്. സമ്മതിക്കല്ലേ, യുവന്മാർ ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് മുട്ടയും കിട്ടയെല്ലാം കൂടി അങ്ങോട്ട് പോയി നിന്നിട്ട് അന്തരീക്ഷത്തിൽ പോയി നിന്നിട്ട് എവിടെയാണ് സംഭവം നടക്കുന്നത്, അത് കാണിച്ചു, അങ്ങനെ കാണിച്ചു, ഇങ്ങനെ കാണിച്ചു, മറ്റേത് കാണിച്ചു, മറിച്ചത് കാണിച്ചു. ഇപ്പോൾ ഇതെല്ലാം വന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു കേട്ടില്ലേ, മുഖ്യമന്ത്രി അച്യുതാനന്ദൻ്റെ മരണത്തിന് പിണറായി വിജയൻ ആദരാഞ്ജലി അർപ്പിച്ചവർ വരെയുണ്ട് ഇവിടെ ആവേശം കൂടിയിട്ട്. ഈ ടൈപ്പ് ആളുകൾക്ക് ഇത് എങ്ങനെയാലും റീച്ച് കൂട്ടുക എന്നല്ലാതെ വേറെ വലിയ ഉദ്ദേശമൊന്നുമില്ല. അപ്പോൾ പൊതുജനം നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ജനം ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ഒരുവിധം സംസാരിക്കാൻ അറിയാവുന്നവനെതിരെ എല്ലാം ആരോപണമായിട്ട് വരും. അത് അകത്തും പുറത്തുമുണ്ട്. അന്ന് തന്നെ ഉമ്മൻചാണ്ടി ഒരുവിധം കുഴപ്പമില്ലാതെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മാന്യമായ രീതി കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇയാളെ ഇറക്കി വിടുക എന്നുള്ളത് ഇതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടായി ചാരായ നിരോധനം എന്നൊക്കെ പറഞ്ഞാൽ അകത്തുള്ള തന്നെ ചില പാമ്പുകൾ അത്യാവശ്യം പണിയെടുത്തത്. അപ്പോൾ അവസാനം ആ മനുഷ്യന് ചാരായം നിരോധിക്കേണ്ടി വന്നു. അവസാനം ഇപ്പോൾ ഇവിടെ ചാരായം ഇല്ലെങ്കിലും ആവശ്യത്തിന് ബ്രാൻഡിയുണ്ട്, ആവശ്യത്തിന് എല്ലാ സാധനമുണ്ട്. എവിടെ ചെന്നു? അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാനിതിനകത്ത് അങ്ങേര് കുറ്റം ചെയ്തിട്ടുണ്ടെന്നോ ചെയ്തിട്ടില്ലെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ ഒരു മനുഷ്യൻ ഉയർന്നു വരുന്നെങ്കിൽ അവന് വിദ്യാഭ്യാസവും വിവരം കൂടെ ഉണ്ടെങ്കിൽ പറയുകയും വേണ്ട. പെണ്ണ് കേസ് ഇപ്പോൾ ഒരു നല്ല പരിപാടിയാക്കി വെച്ചിരിക്കുക. ഏതൊക്കെയാലും ദൈവാനുഗ്രഹത്താൽ ആ പെങ്കൊച്ച് ഏതൊക്കെയാലും പൊങ്ങി വന്നിട്ടില്ല, അല്ലെങ്കിൽ ആ യുവതി വന്ന് കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ ഇപ്പോൾ അത് പുറകെ പതുക്കെ താണുന്നു. ചാനലുകാർക്ക് ഭയങ്കര വിഷമമായി. ചില ചാനലുകാർക്ക് ഭയങ്കര വിഷമമായി. ചില സ്പോൺസേഡ് ചാനലുകാരൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അറപ്പായി പോകും. സമൂഹത്തിന് എന്തെങ്കിലും ഗുണമുള്ള ഒരുത്തം വേണ്ടേ, എന്തെങ്കിലും പറയാൻ കൊള്ളാവുന്ന ഒരുത്തം വേണ്ടേ? അങ്ങനെയുള്ളവനെ നശിപ്പിക്കുന്നതായ ഇതുകൂട്ട് സംവിധാനങ്ങൾ വരുമ്പോൾ അതിന് പ്രോത്സാഹനം കൊടുക്കരുതേ എന്ന് അപേക്ഷിച്ചുകൊണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ടും കേൾക്കുന്ന ആളുകളോട് പറയട്ടെ, നിങ്ങൾ അതിന് പ്രോത്സാഹനം കൊടുക്കരുതെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.